അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. എന്നെ കണ്ടപ്പോൾ ഒരുപാട് എന്നേക്കാൾ പ്രായമുള്ള എൻ്റെ അമ്മയും പെങ്ങന്മാർക്ക് എഴുന്നേറ്റ് നിന്ന് അള്ളാഹു ആഫിയത്തും ആരോഗ്യം അള്ളാഹു തരട്ടെ. കയ്യിലും കാലിലും അള്ളാഹു ആഫിയത്ത് തരട്ടെ. മരിക്കണത് വരെ ഒരു വടി കൈ പിടിച്ചാതെ ആഫിയത്തോടെ ആരോഗ്യത്തോടെ ഇത് നിൽക്കുന്നൊക്കെയുള്ള ഭാഗ്യം അള്ളാഹു തരട്ടെ. ഇരിക്കും ഇൻഷാ അല്ലാഹ്. ചായ കുടിച്ചോന്ന് ഞങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾ ഇല്ലാന്ന് പറഞ്ഞാൽ കൊണ്ടുവരേണ്ടി വരും. ചായ കുടിച്ചോ? അള്ളാഹു ബറക്കത്ത് ചെയ്യട്ടെ. ഇവിടുന്ന് ചായ കുടിച്ചോ? ഇരിക്കട്ടോ. ഇവിടെ എനിക്ക് വർത്താനം പറയരുത് പ്ലീസ്. സംസാരിക്കാൻ പാടില്ല, പ്രത്യേകിച്ച് സംസാരിക്കാൻ പാടില്ല കേട്ടോ. ആമുഖമായിട്ട് പറയാനുള്ള എന്താ അറിയോ, ഇവിടെ ഒരു ദിവസം 3 ദുആ ഉണ്ടാവും. ഇപ്പൊ രാവിലെ ഒരു ദുആ കഴിഞ്ഞു, ഈ സമയത്തൊരു ദുആ, പിന്നെ ഉച്ചക്കൊരു ദുആ ഉണ്ടാവും. അങ്ങനെ 3 ദുആ. ഈ ദുആണ് ഇവിടുത്തെ മരുന്ന്. ഈ ദുആണ് ഇവിടുത്തെ മരുന്ന്. അപ്പൊ ഈ ദുആ ഇവിടുന്ന് സ്വലാത്തുൽ ഫാത്തിഹ ചൊല്ലുമ്പോ ഇവിടുന്ന് നമ്മള് ആ താത്തയോട് ഒന്ന് പറഞ്ഞിട്ടേ, അല്ലെങ്കിൽ നീച്ച് പുറത്തേക്ക് പോകാൻ പറയും. ഈ ദുആ നമ്മൾ ദ്വാരിക്കുമ്പോ ഇവിടെ വർത്താനം പറഞ്ഞിരുന്നാലും എന്താവും, അത് വന്നത് വെറുതെ ആവും. അപ്പൊ അത് അല്ലാഹു സുബ്ഹാനഹു വ തആല കുറച്ച് സമയമെങ്കിലും ഉണ്ടാകാനുള്ള കൽപ്പന തരട്ടെ. എന്തിനാ അറിയോ, നമ്മൾ നിങ്ങൾക്ക് വേണ്ടിയിട്ടല്ലേ, വിഷമമുള്ളതുകൊണ്ടല്ലേ വന്നത്, ആണോ? അല്ലെങ്കിൽ നിങ്ങൾ വരുമോ? ഒരുപാട് ദൂരത്ത് നിന്ന് മക്കളെയും പിടിച്ച് ഇവിടെ വന്ന് മണിക്കൂറുകളോളം കാത്തിക്കുക. എന്തിനാണ്? നമ്മളെ വിഷമം മാറാനല്ലേ അല്ലേ ഈ ദുആയിൽ പങ്കെടുത്ത. അപ്പൊ അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ വന്ന എല്ലാവരും വിഷമം അല്ലാഹു മാറ്റി തരട്ടെ. പിന്നെ കൂടെ ഞങ്ങൾ 3 ഫാത്തിഹ ഓതണം. പരിശുദ്ധ ഖുർആനിലെ ആദ്യത്തെ സൂറത്താണ് സൂറത്തുൽ ഫാത്തിഹ. ആ സൂറത്തുൽ ഫാത്തിഹന്റെ കൂടെ നിങ്ങളിപ്പോൾ കുറച്ച് കഴിഞ്ഞ് നോക്കാളി, ഒരു 10-20 മിനിറ്റ് കഴിഞ്ഞാൽ ഇവിടെ ആൾക്കാർ സ്വർണം കൊടുന്നേരും, പൈസ കൊടുന്നേരും. ഓൾക്ക് നമ്മൾ ദുആ എടുക്കും. 77 മക്കൾ 77 മക്കൾ നമ്മളവിടെ കല്യാണം കഴിപ്പിച്ചു വിട്ടിട്ടുണ്ട്. നമ്മൾ ഒരാളെടുത്ത് പോയിട്ട് നമ്മൾ എന്തില്ല, പിരിച്ചിട്ടില്ല. 77 മക്കള്. കുട്ടികളെ കെട്ടിക്കേണ്ട അവസ്ഥ നിങ്ങൾക്ക് അറിയില്ലേ? 77 മക്കളെ. ഒരുപാട് പാവപ്പെട്ട എത്തിയ മക്കൾ, ഒരു 100 ചില്ലാണ് എത്തിയ മക്കൾ ഏറ്റെടുത്തിട്ടുണ്ട്. 3-3.5 ഏക്കർ സ്ഥലം എത്തിയ മക്കൾക്ക് പാവങ്ങൾക്ക് വാങ്ങിയിട്ടുണ്ട്. പള്ളി നിർമ്മിച്ചിട്ടുണ്ട്, മദ്രസ നിർമ്മിച്ചിട്ടുണ്ട്. ഒരു മഹലൂക്കിന്റെ ഇതൊന്നില്ല, പോയിട്ട് ഒരു ഉറുപ്പ്യ എന്തില്ല വാങ്ങിയിട്ടില്ല. ഒരാളോട് നിങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവരണം എന്തില്ല പറഞ്ഞിട്ടില്ല. ഓല് സ്വന്തം നീയത്ത് വെച്ച് കൊണ്ടുതരികയാണ്. 20 മക്കളെ കല്യാണമാണ് ഇൻഷാ അല്ലാഹ് ഈ മാസം. ഒരു കുട്ടിനെ കെട്ടിക്കണ ഇപ്പൊ എങ്ങനെ വരികയാണെങ്കിലും നമുക്ക് മൊത്തം 1 കോടി രൂപ ചെലവ് വരും. അതൊന്നും നമ്മളെ സംബന്ധിച്ച് വലിയ പൈസയല്ല, എന്നെ സംബന്ധിച്ചെന്തല്ല അത് വലിയ അല്ല. കാരണം എന്താ, ഇവിടെ വരുന്നവർക്കൊക്കെ അല്ലാഹു ഒരുപാട് നിഅമത്ത് കൊടുക്കുന്നുണ്ട്. ഇവിടെ കാര്യം ശരിയാണ്. അതൊക്കെ ദുആന്റെ ബറക്കത്താണ്. ഈ സമയത്തുള്ള ഈ കൊടിമരത്തിന്റെ ചുവട്ടിൽ വെച്ച് അള്ളാഹുവിനോട് കരഞ്ഞ് ദ്വാരിക്കുമ്പോൾ അല്ലാഹു പ്രതിഫലം. അല്ലാതെ ആൾക്കാരെ പറയണവരെ കൊറക്കാട് തങ്ങൾക്ക് എന്തോ കറാമത്തുണ്ട്, അതല്ല. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ചെറുപ്പക്കാരായ സ്ത്രീ എല്ലാം നീച്ചു കൊടുത്തിട്ട് വയസ്സായ ഉമ്മമാർക്ക് സീറ്റ് കൊടുക്കുക. അതിലൂടെ നിങ്ങളെ വിഷമമുള്ള മാറ്റിത്തരും. ഞാൻ വീണ്ടും വീണ്ടും വളരെ വിനയത്തോടെ എൻ്റെ പെങ്ങന്മാരോട് വളരെ വിനയത്തോടെ വളരെ ആദരവോടെ ഉമ്മ ഇരുന്നോളെ വളരെ വിനയത്തോടെ ഞാൻ നിങ്ങളെ പറയാണ്, പ്രായമുള്ള ആളുകൾക്ക് സീറ്റ് കൊടുക്കുകയും വയസ്സായ ആൾക്കാരെന്ത് അങ്ങനെ ചെയ്യും. നിങ്ങളൊന്നും അങ്ങനെ അത് വലിയൊരു ഹൈറായിരിക്കും. വലിയവരെ ബഹുമാനിക്കുക അല്ലെ, അങ്ങനല്ലേ? ഞങ്ങൾ ആണുങ്ങൾ നോക്കുക. നിങ്ങൾ പിന്നെ നിൽക്കാൻ സ്ഥലം ഇപ്പൊ ഈ സമയമായപ്പോഴത്തേന് 8-8-16 100 ചില്ലാൻ ആൾക്കാരെ ഇപ്പൊ നമ്മൾ ഒഴിവാക്കി. അതുകൊണ്ട് എന്തായി നോക്കി. പിന്നെ കൂടെ 3 ഫാത്തിഹ ഓതണം. ആ സൂറത്തുൽ ഫാത്തിഹയുടെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു ഇവിടെ വന്ന് നമ്മളെല്ലാവരുടെ വിഷമങ്ങൾ അല്ലാഹു മാറ്റി തരട്ടെ. എന്റെ കൂടെ 5 സ്വലാത്ത് ചൊല്ലണം. 5 സ്വലാത്ത് നിങ്ങൾ നോക്കി മാറി നിൽക്ക. അവിടുന്ന് താത്ത ഇങ്ങോട്ട് മാറി. ഇത് 2 കസാല ഒഴിവാക്കി. ഒന്ന് ബാക്കോട്ട് ഒന്ന് ബാക്കോട്ട്. ഇപ്പൊ നീച്ചാൻ പറഞ്ഞോ കുടുങ്ങിയോ? എന്റെ കൂടെ 5 സ്വലാത്തുകളെ ചൊല്ലണം. അതിൽ ഒന്നാമത്തെ സ്വലാത്ത്
അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വന്ന എല്ലാ വിഷമങ്ങളും അല്ലാഹു മാറ്റിത്തരട്ടെ. ഇനിയൊരു വിഷമം ഖാലിഖായ പടച്ചറപ്പ് തരാതിരിക്കട്ടെ. രണ്ടാമതും ഒരു സ്വലാത്ത് നമ്മൾ ചൊല്ലും. രോഗം തന്ന അല്ലാഹു നമ്മളെ പരീക്ഷിക്കാതിരിക്കട്ടെ. തന്ന രോഗം അല്ലാഹു ശിഫയാക്കി തരട്ടെ. മൂന്നാമതും ഒരു സ്വലാത്ത് നമ്മൾ ചൊല്ലും. മരിക്കുന്നതിന്റെ മുമ്പ് ഒരു തവണയെങ്കിലും ആ ബൈന ബൈതി വ മിൻബറി റൗളത്തും മിൻ ദിയാരിൽ ജന്ന, ഭൂമിയുടെ സ്വർഗ്ഗമായ ആ മദീന കാണാൻ അല്ലാഹു ഭാഗ്യം തരട്ടെ. നാലാമതും ഒരു സ്വലാത്ത് നമ്മൾ ചൊല്ലും. ഒരുപാട് പേര് യൂട്യൂബിലൂടെ ഈ മജ്‌ലിസ് കാണുന്നുണ്ട്. അവരുടെ വിഷമങ്ങളും അല്ലാഹു മാറ്റിക്കൊടുക്കട്ടെ. അഞ്ചാമതും ഒരു സ്വലാത്ത് നമ്മൾ ചൊല്ലും. നൂറെ ഹബീബിന്റെ മജ്‌ലിസ് തകർക്കാൻ കച്ച കെട്ടിയിറങ്ങി ഒരുപാട് ആളുകളുണ്ട്. അവർ അല്ലാഹു നമ്മളെ പെടുത്താതിരിക്കട്ടെ. സ്വലാത്തുൽ ഫാത്തിഹ വലിയ മഹത്വമാണ്, അത് വലിയ ബറക്കത്താണ്. ഒരു സ്വലാത്ത് ചൊല്ലിയാൽ 6 ലക്ഷം സ്വലാത്തിന്റെ പ്രതിഫലമാണ്. 6 ലക്ഷം സ്വലാത്തിന്റെ പ്രതിഫലമാണ് ഒരു സ്വലാത്തിന് കിട്ടുന്നത്. മഹത്തുക്കളായ ആളുകൾ പറയുന്നുണ്ട്, മഹാന്മാര് പറയുന്നുണ്ട്, നിങ്ങളെ സ്വലാത്തുൽ ഫാത്തിഹിന്റെ മഹത്വം നിങ്ങൾ മനസ്സിലാക്കിയാൽ, സ്വലാത്തുൽ ഫാത്തിഹിന്റെ മഹത്വം നിങ്ങൾ മനസ്സിലാക്കിയാൽ ഉറങ്ങാതെ ഭക്ഷണം കഴിക്കാതെ നിങ്ങൾ സ്വലാത്തുൽ ഫാത്തിഹ ചൊല്ലും. അത്രക്കും വലിയ നിഅമത്താണ്. അല്ലാഹുവേ, ആ സ്വലാത്തുൽ ഫാത്തിഹിന്റെ ഒരു വക്താവായി മരിക്കാനുള്ള ഭാഗ്യം അല്ലാഹു നമുക്ക് നൽകട്ടെ. തീജാനി തങ്ങളെ പറയാണ്, സ്വലാത്തുൽ ഫാത്തിഹ ചൊല്ലുന്ന മനുഷ്യന് ഈ ദുനിയാവിൽ നിന്ന് മരിക്കുമ്പോ ഈമാനോട് കൂടി മാത്രമായിരിക്കും മരിക്കുക. അല്ലാഹു ബറക്കത്ത് ചെയ്യട്ടെ ട്ടോ. ഇൻഷാ അല്ലാഹ് സ്വലാത്തുൽ ഫാത്തിഹ ചൊല്ല്. ഒരുപാട് ആളുകള് ഇത് കഴിഞ്ഞാല് ദുആ കഴിഞ്ഞാല് രോഗം മാറിയത് പറയും, പൈസ ഉണ്ടാവും, സ്വർണ്ണം ഉണ്ടാവും. ഇപ്പൊ 20 കുട്ടികളെ കല്യാണം അല്ലാഹു ബറക്കത്ത് നൽകട്ടെ കേട്ടോ. ഇതിന്റെ എല്ലാ വിഷമങ്ങളും അല്ലാഹു മാറ്റി തരട്ടെ കേട്ടോ. എല്ലാവരും നിയ്യത്ത് വെക്കുക. ഹദറത്തുൽ നബിയനാ ഹബീബിനൽ മുസ്തഫ ومربنا محمد صلى الله عليه وسلم. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. وإلى حضرته أبو بكر الصديق وعمر الفاروق وعثمان وعلي رضي الله تعالى عنه. وإلى حضرته حمزة القرار. وإلى حضرته سعد بن معاذ. وإلى حضرته خالد بن وليد. وإلى حضرته ذو القرنين. وإلى حضرته فاطمة الزهراء وخديجة الكبرى وعائشة الطهرى وأمهات المؤمنين. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. وإلى حضرة السيد أحمد جلال الدين البخاري كاتب بابا. وإلى حضرة كاظم فريد ولي الله. وإلى حضرة بارابة بابا. وإلى حضرة فاطمة بيبي. وإلى حضرة مروس إذا تكوت بابا. وإلى حضرة مروس إذا متوت بابا. وإلى حضرة PMS بوكوت بابا. مرحبا مرحبا. وإلى حضرة البال بسيطات بيبي. وإلى حضرة البال بسيط بكن بيبي. وإلى حضرة البال بسيط شري بيبي. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. الله سورة الفاتحة സ്വീകരിക്കണം.
സൂറത്തുൽ ഫാത്തിഹ നീ സ്വീകരിക്കണമല്ല. അല്ലാഹ് പരിശുദ്ധ ഖുർആനിലെ ആദ്യത്തെ സൂറത്താണ് സൂറത്തുൽ ഫാത്തിഹ. ഓരോരോ ഹറഫിന്റെയും അക്ഷരങ്ങളുടെയും പ്രതിഫലം ഞങ്ങൾക്ക് നൽകണമല്ലോ. ഇന്നല്ലാഹ വ മലായികതുഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله قدير مقدار الذي. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله قدير مقدار الذي. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله قدره مقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهدي إلى صراطك المستقيم وعلى آله قدره مقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهدي إلى صراطك المستقيم وعلى آله قدره مقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله قدره مقداره العظيم. الله സ്വീകരിക്കണേ, അല്ലാഹ് ഖബൂലാക്കണേ അല്ലാഹ്. الحمدلله رب العالمين أنعم علينا بالإيمان وهدانا إلى دين الإسلام حمدا يوافي نعمه يكافي مزيدا. اللهم اغفر وبلغ مثل ثواب ما قرأناه وما صليناه وما سلمناه هذه هدية واصلة ورحمة نازلة وبركة شاملة مقبولة ومروية منا إلى حضرته سيدنا وشفيعنا وآخر أيدينا وثمرة فؤادنا مصطفى ومربنا محمد صلى الله عليه وسلم. اللهم آته الوسيلة والفضيلة والدرجة الرفيعة بعثه مكان محمود الذي وعدته ورزقنا شفاعته يوم القيامة إنك لا تخلف الميعاد. أرحم الراحمين ربي ഈ സദസ്സിൽ വെച്ച് ഞങ്ങൾ ഓതിയ സൂറത്തുൽ ഫാത്തിഹ സ്വീകരിക്കണം അല്ലാഹ്. ഇവിടെ വെച്ച് ഞങ്ങൾ ഓതിയ സൂറത്തുൽ ഫാത്തിഹ സ്വീകരിക്കണം അല്ലാഹ്. ഒരുപാട് വിഷമങ്ങളുണ്ട് റബ്ബേ, ഒരുപാട് സങ്കടങ്ങളുണ്ട് അല്ലാഹ്, ഒരുപാട് പ്രയാസങ്ങളുണ്ട്. ഞങ്ങൾ ഓതിയ സൂറത്തുൽ ഫാത്തിഹയുടെ ബറക്കത്ത് കൊണ്ട് എല്ലാവരുടെ വിഷമങ്ങളും മാറ്റി കൊടുക്കണം അല്ലാഹ്, എല്ലാവരുടെ സങ്കടങ്ങളും മാറ്റി കൊടുക്കണം അല്ലാഹ്. ആ സൂറത്തുൽ ഫാത്തിഹയുടെ ഓരോരോ ഹർഫിന്റെയും അക്ഷരങ്ങളുടെ പ്രതിഫലം ഞങ്ങളിലേക്ക് എത്തിക്കണം അല്ലാഹ്. അല്ലാഹ് ഞങ്ങൾ ചൊല്ലിയ സ്വലാത്തുൽ ഫാത്തിഹ നീ സ്വീകരിക്കണം അല്ലാഹ്. 4600 കിലോമീറ്ററിൽക്കപ്പുറത്ത് അന്ത്യവിശ്രമം കൊള്ളുന്ന ഞങ്ങളെ ചങ്കിലെ ചോരയായ കണ്ണിന്റെ കഷ്ണമായ ഹബീബായ മുത്ത് റസൂലിന്റെ ഹദറത്തിലേക്ക് എത്തിച്ചു കൊടുക്കണം അല്ലാഹ്. ഈ ബാഹത്തിന്റെ റൗള ശരീഫിലേക്ക് എത്തിച്ചു കൊടുക്കണം അല്ലാഹ്. അല്ലാഹ് ഒരുപാട് വിഷമങ്ങളുണ്ട്, ഒരുപാട് സങ്കടങ്ങളുണ്ട്, ഒരുപാട് പ്രയാസങ്ങളുണ്ട് റബ്ബേ. ഞങ്ങൾ ചൊല്ലിയ സ്വലാത്തുൽ ഫാത്തിഹയുടെ ബറക്കത്ത് കൊണ്ട് എല്ലാവരുടെ വിഷമങ്ങളും മാറ്റി കൊടുക്കണമല്ല. മക്കളില്ലാത്തവർക്ക് മക്കളെ കൊടുക്കണമല്ല, മക്കളില്ലാത്തവർക്ക് സാലിഹായ മക്കളെ കൊടുക്കണമല്ല.
വീടില്ലാത്തവർക്ക് ഹൈറായ വീട് നൽകണം അല്ലാഹ്. ഒരുപാട് പേര് രോഗികളാണ് അല്ലാഹ്. തലയുടെ മൂർത്താവ് മുതൽ കാലിന്റെ പല്ല് വരെ രോഗങ്ങളാണ് റബ്ബേ. രോഗം തന്ന് പരീക്ഷിക്കല്ല റബ്ബേ, രോഗം തന്ന് പരീക്ഷിക്കല്ല അല്ലാഹ്. ഒന്ന് രോഗം നീ ശിഫയാക്കണം അല്ലാഹ്. അല്ലാഹ് ഞങ്ങളെ മക്കളെ നന്നാക്കണം അല്ലാഹ്. ഞങ്ങളെ ഭർത്താക്കന്മാർ നന്നാക്കണം അല്ലാഹ്. ഞങ്ങളെ മരുമക്കളെ നന്നാക്കണം അല്ലാഹ്. ഞങ്ങളെ പേരമക്കളെ നന്നാക്കണം അല്ലാഹ്. അവരെ കല്ലിനടിമയാക്കല്ലേ അല്ലാഹ്, അവരെ പെണ്ണിനടിമയാക്കല്ലേ അല്ലാഹ്, അവരെ ഫോണിനടിമയാക്കല്ലേ അല്ലാഹ്, അവരെ മയക്കമരുന്നിനടിമയാക്കല്ലേ അല്ലാഹ്, അവരെ ചീട്ട് കളിക്കുന്നൊരു അവസ്ഥ വരുത്തല്ലേ അല്ലാഹ്. അല്ലാഹുവേ ചൂതാട്ടിനെ തൊട്ട് കാക്കണം അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങളെ മക്കള് പ്രവാസികളാണ് അല്ലാഹ്. ഞങ്ങളെ മക്കളും ഞങ്ങളെ ഭർത്താക്കന്മാരും ഞങ്ങളെ മരുമക്കളും ഞങ്ങളെ പേരമക്കളും ഞങ്ങളെ ആങ്ങളമാരും ഞങ്ങളെ ഉപ്പമാരും ഇവിടെ ഇരിക്കുന്ന ഒരുപാട് ആള് പ്രവാസികളാണ്. കുടുംബം പോറ്റാൻ പോകുന്നവരാണ്. അവരെ ജനാസ പെട്ടിയിലാക്കി നാട്ടിലേക്ക് കൊണ്ടുവരേണ്ട ഒരവസ്ഥ വരുത്തില്ല റബ്ബേ. അങ്ങനത്തെ ഒരവസ്ഥ വരുത്തില്ല റബ്ബേ. ഞങ്ങളെ മക്കൾക്ക് നല്ല കൂട്ടുകാരെ കൊടുക്കണല്ല. ഞങ്ങളെ മക്കൾക്ക് നല്ല കൂട്ടുകാരികളെ കൊടുക്കണല്ല. പ്രണയത്തിന്റെ പ്രലോഭനങ്ങൾ കൊടുത്തല്ല റബ്ബേ. രോഗം തന്ന് പരീക്ഷിക്കല്ല അല്ലാഹ്. തലയുടെ മൂർത്താവ് മുതൽ കാലിന്റെ പല്ല് വരെ രോഗങ്ങളാണ്. ട്യൂമറുള്ളവരുണ്ട്, തലവേദന വന്നവരുണ്ട്, മൈഗ്രെയിൻ ഉള്ളവരുണ്ട്, ചെന്നിക്കുത്തുള്ളവരുണ്ട്, ചെവി കേൾക്കാത്തവരുണ്ട്, ചെവി പൊട്ടി ഒലിക്കുന്നവരുണ്ട്, ഓപ്പറേഷൻ ചെയ്തവരുണ്ട്, കണ്ണ് കാണാത്തവരുണ്ട്, കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടവരുണ്ട്, കണ്ണ് ഓപ്പറേഷൻ പറഞ്ഞവരുണ്ട്, കണ്ണിൽ തിമിരം വന്നവരുണ്ട്, അലർജി രോഗങ്ങളുള്ളവരുണ്ട്, ചുമലുള്ളവരുണ്ട്, മൂക്കിൽ ദശയുള്ളവരുണ്ട്, സംസാരം നിലച്ചുപോയവരുണ്ട്, സംസാരിക്കാത്തവരുണ്ട്, നാളുവെ തൊണ്ടയിൽ മുഴയുള്ളവരുണ്ട്, ടോൺസസ് ഉള്ളവരുണ്ട്, തൈറോയ്ഡ് വന്നവരുണ്ട്, PCOD വന്നവരുണ്ട്, നാളുവെ നെഞ്ചു വേദനിക്കുന്നവരുണ്ട്, അറ്റാക്ക് വന്നവരുണ്ട്, ശ്വാസം മുട്ട് വന്നവരുണ്ട്, ബ്ലോക്ക് വന്നവരുണ്ട്, നാളുവെ വയറ് വേദനിക്കുന്നവരുണ്ട്, വയറ്റിൽ ക്യാൻസർ ഉള്ളവരുണ്ട്, ആമാശയത്തില് ക്യാൻസർ ഉള്ളവരുണ്ട്, കിഡ്നിയിൽ കല്ലുള്ളവരുണ്ട്, ഡയാലിസിസ് ചെയ്യുന്നവരുണ്ട്, കിഡ്നി സംബന്ധമായ രോഗങ്ങളുള്ളവരുണ്ട്, ഗർഭപാത്രത്തിൽ കുമിളകളുള്ളവരുണ്ട്, ഗർഭപാത്രത്തിൽ ക്യാൻസർ ഉള്ളവരുണ്ട്, ഗർഭപാത്രത്തിൽ മറ്റു പ്രയാസങ്ങളുള്ളവരുണ്ട്, ഗർഭപാത്രം താഴ്ന്നു പോകുന്നവരുണ്ട്, ലാഹുവെ ഊര വേദനിക്കുന്നവരുണ്ട്, ഒരു ഓപ്പറേഷൻ ചെയ്തവരുണ്ട്, അല്ലാ അല്ലാ അല്ലാ, ഒരു ഭാഗം തളർന്ന് കിടക്കുന്നവരുണ്ട്, സുബ്ഹാനല്ലാഹ്, മൂത്രാശയ രോഗങ്ങളുള്ളവരുണ്ട്, മുട്ട വേദനിക്കുന്നവരുണ്ട്, യൂറിക്കാസിറ്റുള്ളവരുണ്ട്, ആമവാദമുള്ളവരുണ്ട്, രക്തവാദമുള്ളവരുണ്ട്, ചുടുവാദമുള്ളവരുണ്ട്, റബ്ബേ സൂര്യാതിന്റെ ചുരുച്ചിലുള്ളവരുണ്ട്, വട്ടച്ചൊറിയുള്ളവരുണ്ട്, കിഡ്നി സംബന്ധമായ രോഗങ്ങളുള്ളവരുണ്ട്, കൊല്ലപ്പാടുണ്ട് റബ്ബേ, അപസ്മാരമുണ്ട് അല്ലാഹ്, പ്രഷർ വന്നവരുണ്ട്, ഷുഗർ വന്നവരുണ്ട്, തളർന്ന് കിടക്കുന്നവരുണ്ട്, റബ്ബേ എല്ലാ രോഗവും നീ ശിഫയാക്കണല്ലോ, എല്ലാ രോഗവും നീ ശിഫയാക്കണല്ലോ. അല്ലാഹുവേ കടങ്ങളെ കൊണ്ട് കഷ്ടപ്പെടുകയാണ് അല്ലാഹ്. ആധാരം ബാങ്കിലാണ്, സ്വർണം ബാങ്കിലാണല്ലോ, അത് എടുക്കാനൊരു വഴി ഞങ്ങൾക്ക് കാണിച്ചുകൊണ്ട് റബ്ബേ സമാധാനം നൽകണല്ലോ, സന്തോഷം നൽകണല്ലോ, എല്ലാവർക്കും നീ ബറക്കത്ത് നൽകണല്ലോ. യതീമക്കളെ സഹായിക്കുന്നവരെ നീ സഹായിക്കണല്ലോ, പാവപ്പെട്ടവരെ സഹായിക്കുന്നവരെ നീ സഹായിക്കണമല്ല, ദാരിദ്ര്യം കൊടുക്കല്ല. ഒരുപാട് പേര് പ്രവാസികളാണ്, വിസയിൽ പോയവർക്ക് വിസ നൽകണല്ല, അക്കാമില്ലാത്തവർക്ക് അക്കാമ നൽകണല്ല, മക്കളില്ലാത്തവർക്ക് മക്കളെ കൊടുക്കണല്ല, വീടില്ലാത്തവർക്ക് വീട് നൽകണമല്ല, കല്യാണം ശരിയാവാത്തവർക്കല്ല ഹൈറായ തുണകൾ നൽകണല്ല, വീട് വെക്കാൻ വെച്ചവർക്ക്, സ്ഥലം വെക്കാൻ വെച്ചവർക്ക് ഹൈറായ വെക്കാള ഭാഗ്യം നൽകണല്ല. എല്ലാ മുറാവും മനസ്സിലാക്കിക്കൊണ്ട് റബ്ബേ മരിക്കുന്നതിന്റെ മുമ്പൊരു തവണയെങ്കിലും ഉംറ ചെയ്യാൻ ഭാഗ്യം നൽകണല്ല, സമാധാനവും സന്തോഷവും നൽകണമല്ല, ഒരു ആപത്തിനും പെടുത്തല്ല റബ്ബേ, ഹൈറ് നൽകണല്ല, സ്വീകരിക്കണല്ലോ, എല്ലാവരും മുറാദും മനസ്സിലാക്കി കൊടുക്കണല്ല. യൂട്യൂബിലൂടെ ആമീൻ പറയുന്നവരുടെ വിഷമങ്ങൾ മാറ്റി കൊടുക്കണല്ല, എന്നും സമാധാനത്തോടെ സന്തോഷത്തോടെ ജീവിക്കാനുള്ള ഭാഗ്യം നൽകണല്ല, വീട്ടിലൈക്യം നൽകണല്ല,
വീട്ടിൽ സമാധാനം നൽകണമല്ല. ഭാര്യ ഭർത്താക്കന്മാർക്ക് ഐക്യം നൽകണമല്ല. ഞങ്ങളെ ദുആ നീ സ്വീകരിക്കണമല്ല. ഞങ്ങളെ ദുആ നീ സ്വീകരിക്കണമല്ല. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. حسبنا الله ونعم الوكيل ونعم المولى ونعم النصير ولا حول ولا قوة إلا بالله العلي العظيم. آمين آمين برحمتك يا أرحم الراحمين. توسلنا بسم الله وبالهادي رسول الله وكل مجاهد لله وأهل القدير يا الله صلاة. فضل പറയാൻ സ്വർണ്ണ കൊടുന്നു അവിടെ നോക്ക്. ഫضل പറയാൻ വന്നാൽ അവിടെ നിന്ന് إلهي سلم الأمة من الآفات والنقمة ومن هم ومن أمة بأهل البدير يا الله. سلام الله على طه رسول الله صلاة الله سلام الله على ياسين حبيب الله. نورنا നോവുണ്ടോ വീടാമോറാതുണ്ടോ ഹാജത്താടെങ്ങാനുണ്ടോ ഹബീബോർ ചൊല്ലൂ നീ സ്വലവാത്തുൽ ഫാത്തിഹ. അതിനാൽ തീരാത്ത കഥനമുണ്ടോ തീരാത്ത കഥനമുണ്ടോ. അല്ലാഹു ബർക്കത്ത് നൽകട്ടെ. സ്വലാത്തുൽ ഫാത്തിഹ അനുഗ്രഹം. ഒരു സ്വലാത്ത് ചൊല്ലിയാൽ 6 ലക്ഷം പ്രതിഫലം കിട്ടുന്നൊരു സ്വലാത്താണ്. മഹാന്മാരായ മഹത്തുക്കൾ പറയാണ്, സ്വലാത്തുൽ ഫാത്തിഹിന്റെ മഹത്വം നിനക്ക് മനസ്സിലാക്കാൻ കഴിയുമെങ്കിൽ ഉറങ്ങാതെ ഭക്ഷണം കഴിക്കാതെ നീ സ്വലാത്തുൽ ഫാത്തിഹ ചൊല്ലുമായിരുന്നു. എന്തുകൊണ്ടാ സ്വലാത്തുൽ ഫാത്തിഹ ഇത്ര ശത്രുക്കള്? സ്വലാത്തുൽ ഫാത്തിഹിന്റെ മഹത്വം എന്തുകൊണ്ടാണ് ഇങ്ങനെ ശത്രുക്കള്? അത് ഇബ്ലീസിന് പറ്റൂല. അത് ഹൈറാണ്. സ്വലാത്തുൽ ഫാത്തിഹ ചൊല്ലുന്നവര് ഈമാനോട് കൂടി മാത്രമായിരിക്കും മരിക്കുമെന്ന് തീജാനിത്തങ്ങൾ എപ്പോഴും അല്ലാഹു കബൂലാക്കട്ടെ. ഇൻഷാ അല്ലാഹ് വിഷമം അല്ലാഹു മാറ്റട്ടെ. ഇവിടെ 72 മക്കളെ കല്യാണം കഴിഞ്ഞു. എത്ര? 72. ഒരാളേത്ത് പോയിട്ട് നമ്മൾ പിരിച്ചിട്ടില്ല. ആർക്കും തെളിയിക്കാൻ കഴിയില്ല. ഒരാളേത്ത് പോയിട്ട് നിങ്ങളൊരു ഉപ്പത്തിരി ഞാൻ എത്തി കുട്ടികളെ കെട്ടിക്കുന്ന ആളാന്ന് പറഞ്ഞ് എവിടെയും നമ്മൾ എന്തില്ല ഇതുവരെ പോയിട്ടില്ല. ഒരു കുട്ടനെ കെട്ടിക്കേണ്ട അവസ്ഥ നിങ്ങൾക്ക് അറിയില്ലേ? അങ്ങനെ വർത്താനം പറയണമെന്ന് ഒന്നും ഉണ്ടാതിരിക്കാൻ പറയവരോട്. നിങ്ങൾ ബ്ലോക്ക് മാറ്റി വർത്തമാനം പുറത്താക്കാൻ വേണ്ടിയിട്ട്. അപ്പോ അതുപോലെ തന്നെ ഒരുപാട് എത്തിയ മക്കൾക്ക് വീട് വെച്ചുകൊണ്ട് 15 എത്തിയ മക്കൾക്ക് 20 ലക്ഷം 15 ലക്ഷം കിട്ടാ. അങ്ങനെ ഒരുപാട് എത്തിയ മക്കൾക്ക് വീട് വെച്ചു കൊടുത്തു. അതൊന്നും നമ്മൾ എന്തില്ല ഒരാളത്ത് പോയിട്ട് പിരിച്ചിട്ടല്ല. മനസ്സിലായില്ലേ? അതുപോലെ തന്നെ ഒരുപാട് ഒത്തിരി എത്തിയ മക്കൾ നമ്മൾ ഏറ്റെടുത്തിട്ടുണ്ട്. വോട്ട് ചെല്ലാനും അല്ലാഹു സുബ്ഹാനഹു വ തആല എത്തിയ മക്കളെ ബറക്കത്താണ് അവിടുത്തെ വിജയം ഇൻഷാ അല്ലാഹ്. ഇനി ഈ മാസം 30-ാം തീയതി 20 കുട്ടികളെ കല്യാണം. അറിയത്ത് പോയിട്ടില്ല, ചോദിച്ചിട്ടില്ല. അൽഹംദുലില്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതൊരു അഗതി വന്നിട്ടില്ല. അങ്ങനെ വരുത്താതെക്കട്ടെ. എത്തിയ മക്കളെ സഹായിക്കാനുള്ള ഭാഗ്യം അല്ലാഹു നൽകട്ടെ. 20 മക്കൾക്കുള്ള സ്വർണ്ണാഭരണമാണ് ഓരോരുത്തർ എന്ത് ചെയ്യണം. ഒരാളോട് ഞാൻ ഒരു ഉറുപ്പ്യങ്ങൾ കൊണ്ടുപോകാൻ ഇവിടെ പറഞ്ഞിട്ടില്ല. അല്ലാഹു ബറക്കത്ത് ചെയ്യട്ടെ. ഇതൊരു കമ്മലാണ് അല്ലേ? ഇതൊരു കമ്മലാണ് അല്ലേ? അല്ലാഹു ബറക്കത്ത്. ഇതെന്താ സമ്പത്ത്? ഉമ്മാന്റെ മകള് ഇവിടെ വന്നീനോ? ഇവിടെ വന്നിരുന്നു. ഉമ്മാന്റെ മകള് MBBS പരീക്ഷയിൽ നല്ല മാർക്കോടെ വിജയിക്കാൻ വേണ്ടി ഇവിടെ വന്നു. എന്റെ കുട്ടി ജയിക്കുകയാണെങ്കിൽ എന്റെ കാലത്തെ കമ്മൽ ഊരി കൊടുക്കുന്ന റാഗതയുള്ളൂ. അള്ളാഹു ഇതിനേക്കാൾ ഒരു സമ്പത്ത് അള്ളാഹു കൊടുക്കട്ടെ കേട്ടോ ഇൻഷാ അല്ലാഹ്. എന്ത് ചെയ്യട്ടെ? ഇപ്പൊ പരീക്ഷയിൽ വിജയിച്ചോ? മാഷാ അല്ലാഹ് മാഷാ അല്ലാഹ്. കൊല്ലം മെഡിക്കൽ കോളേജിൽ തന്നെ
അഡ്മിഷൻ കിട്ടി. അള്ളാഹു പൊന്നുമോ നല്ലൊരു ഡോക്ടർ ആക്കട്ടെ. അള്ളാഹു ഡോക്ടറായിട്ട് ഒരുപാട് സമ്പത്ത് കൊണ്ട് ഇമ്മാൻ എന്ത് ചെയ്യട്ടെ, സ്വർണ്ണിട്ട് അള്ളാഹു മൂടിക്കട്ടെ അല്ലേ. ഉമ്മാന്റെ എത്തിയ മക്കൾക്കല്ലേ, പാവങ്ങൾക്കും ഇൻഷാ അല്ലാഹ് അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഒരു തക്ബീർ ഇപ്പൊ ഞാൻ ഫാത്തിഹ ഓതിട്ടോ, ഞാൻ തരാള് അങ്ങനെ പറഞ്ഞോളി. തന്നു, ഉള്ളു തന്നു അല്ലേ. ഫതില് വരുന്നതിന്റെ മുന്നേ തന്നെ എന്താട്ടി, ഫതില് കിട്ടാൻ വേണ്ടി എന്താ കൊടുത്തത്? മോതിരം തന്നു. എന്തേന്നു? മകന്റെ കല്യാണം ശരിയാക്കാതെ വിഷമുണ്ടായിരുന്നു. അപ്പോൾ എന്താട്ടി, എന്തായാലും നേർച്ചയാക്കിയതല്ലേ, അത് കൊടുക്കാന്ന് പറഞ്ഞു. കൊടുത്തു. അൽഹംദുലില്ലാഹ് തന്റെ മോൻ ഇവിടെ വന്നീനോ, മാഷാ അല്ലാഹ് മോന്റെ കല്യാണം ശരി. അല്ലാഹു ബർക്കത്തിട്ട് ഒരു ഫാത്തിഹ പോതും. ഞാൻ അടുത്ത മോതിരം ഇതെവിടുന്നാണ്? അലനല്ലൂര്. മാഷാ അല്ലാഹ് പിന്നെ നാടാണല്ലോ. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ കേട്ടോ. ഇതെന്തത്? ക്യാൻസർ രോഗിയെന്നോ പഠിച്ചോനെ. എന്നിട്ട് ഇവിടെ വന്നീന്നോ? തങ്ങൾ പാപ്പ എന്തായിരുന്നു? ശരിയെന്നോ? അൽഹംദുലില്ലാഹ് ശിഫയായോ? മാഷാ അല്ലാഹ്. ഇനി ആ രോഗം ക്യാൻസർ ചെയ്യുന്നു, ഒരു ഭാഗം എടുത്തു കളഞ്ഞു, മറ്റേ ഭാഗത്ത് ബാധിച്ചപ്പോൾ ഇവിടെ വന്നു, മാറുന്നു പറഞ്ഞു. അൽഹംദുലില്ലാഹ് ഇപ്പൊ മാറി. ഞാൻ രോഗം അല്ലാഹു കൊടുക്കാതിരിക്കട്ടെ. അതിനെത്തിയ മക്കൾക്ക് ഒരു നേർച്ചയാണ്. ഇപ്പൊ ഒരു ഫാത്തിഹ ഓതും കേട്ടോ. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഇതെന്താണ്? 10,000 റുപ്യ. ഇതെന്തിനാണ്? മകന് ഗൾഫിൽ കുടുങ്ങി കിടക്കുന്നില്ലേ, ഇവിടെ വന്നിരുന്നു. ഇപ്പൊ നാട്ടിലെത്തി. മകന് ഗൾഫിൽ കുടുങ്ങി കിടങ്ങിയിരുന്നു, നാട്ടിലേക്ക് പറ്റി ഇവിടെ വന്നിരുന്നു. 10,000 റുപ്യ. അല്ലാഹു അടുത്ത സ്വർണ്ണങ്ങളുണ്ടോ? വേങ്ങര. മാഷാ അല്ലാഹ്. വേങ്ങര എന്നാണ്. എന്താ സുഖം? ക്യാൻസർ ആയിരുന്നു, മാറിയോ? സുഖമായി. അല്ലാഹു ഞാൻ രോഗം തരാതെക്കട്ടെ. ഇവിടെ വന്നീന്നോ? ശരിയായിക്കോ. ഇപ്പൊ രോഗം മാറി. അല്ലാഹു ഞാൻ രോഗം തരാതെക്കട്ടെ. ഇങ്ങനെ 20 കൊല്ലത്തായ പോരെ. അതായത് ഇനി ഗൾഫിൽ പോകുക. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഞാൻ രോഗം അല്ലാഹു തരാതിരിക്കട്ടെ. ഒപ്പൊരു ഫാത്തിഹ ഓതിട്ടോ. ഞാൻ ദ്വാരക്കാം. ഞാൻ ഒന്നും തരാല്ലോ. പോതും. ഇതെന്താ സംഭവം? എന്ത് അസുഖം? ഇതായിരിക്കാം. അങ്ങനത്തെ എന്നോട് സ്നേഹം ഉണ്ടല്ലോ. അത് വലിയ ഫതില. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഈ ഇമ്മ തളർന്നു പോയ ഉമ്മയാണ്. അൽഹംദുലില്ലാഹ്. ഉമ്മ ഇവിടെ ഉമ്മാനെ ഇവിടെ കൊടുത്തീനും. ഇതായിരിക്കാം സ്ഥലത്തിനുള്ളത്. അൽഹംദുലില്ലാഹ്. മാറിപ്പോയത് ഒരാൾ കൈ കൊടുക്കും, ഒരു കൈ കൊടുക്കും. ഇതെത്തിയ മക്കൾക്ക് അല്ലാഹു ബർക്കത്ത്. എങ്ങനെ? അങ്ങനെ കുടിക്കാൻ പറ്റില്ല, കൊണ്ടുള്ള വെള്ളമാണ്. ഇതെന്താണ്? ലൈസൻസ് കൊടുത്ത് കിട്ടിയോ? അള്ളാഹു അപകടങ്ങൾക്ക് അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. ഇവിടെ വന്നീന്നോ? ഇത് തങ്ങൾ പാപ്പ. അള്ളാഹു ആർക്ക്? ഇവിടെ വന്നീന്നോ? നേർച്ചയാക്കി. ക്യാൻസർ ചെയ്യുന്നു, ഒരു സ്ഥലത്തേക്ക് നേർച്ചയാക്കി. ഇപ്പൊ ഒന്നുമില്ല. അള്ളാഹു തരാതെക്കട്ടെ. സ്ഥലത്തിന് അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. മജ്‌ലിസ് അല്ലാഹു. ഞാൻ ഒന്നുമില്ലല്ലോ. കിണറ് കുത്തിയിട്ട് വെള്ളം കണ്ടില്ല. അപ്പൊ ഇങ്ങോട്ട് 10 പഞ്ചസാര നേർച്ചയാക്കി. വെള്ളം കണ്ടോ? മാഷാ അല്ലാഹ്. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. പഞ്ചസാര എവിടെ? ഇതാ പഞ്ചസാര കൊടുക്കണം. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. എന്താ നമ്മള് പഞ്ചസാര ഇതല്ലേ പഞ്ചസാര? മാഷാ അല്ലാഹ്. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. മാറിയോ? ഇവിടെ വന്നീനോ? മാഷാ അല്ലാഹ്. ഗർഭപാത്രത്തിൽ മുഴയുന്നു, ഓപ്പറേഷൻ പറഞ്ഞു. ഇവിടെ വന്നു, ശേഷം പോയി. ഇപ്പൊ ഓപ്പറേഷൻ വേണ്ട. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഇവിടെ വന്നീനോ? മകൾക്ക് സ്ഥലത്തിന്റെ ആവശ്യം ഇവിടെ വന്നു. അവർ റെഡിയായി. മതി. ഇത് മന്ത്രിച്ച വെള്ളം അതൊന്നും ഇവിടെ കുടിക്കാൻ പാടില്ല. പരി കൊണ്ടുപോകാനാ. ഇത് ചായ എന്തെങ്കിലും. മകന് ഗൾഫിൽ പോയി ജോലി ശരി. അല്ലാഹു ഇതാർക്ക് പൈസ? എത്തിയ മക്കൾ അല്ലാഹു ബർക്കത്ത് നൽകട്ടെ. ഇതെന്താ അറിയോ?
ഈ കിട്ടുന്ന മുതൽ ജനങ്ങൾ അറിയണം. വേണ്ടേ? യൂട്യൂബിൽ കൂടെ ആൾക്കാർ പലതും പറയും, തട്ടിപ്പാണ്, വെട്ടിപ്പാണ്, കള്ളനാണ്, അതൊക്കെ പറയും. പക്ഷേ നമ്മൾ വിശ്വസിച്ചിരുന്ന മുതലാണ്. നമ്മൾ ഓലല്ലേ പേടിക്കേണ്ടത്, നമ്മൾ അള്ളാഹിനെയാണ് അല്ലേ? നമ്മൾ പേടിക്കേണ്ടത് ആരെ? അള്ളാഹുവിനെയാണ്. അപ്പൊ നമ്മൾ കിട്ടുന്ന മുതലൊക്കെ കാണിക്കും. അതിനൊന്നും ആൾക്കാർക്ക് കുരു പൊട്ടിട്ടൊന്നുമില്ല, കാര്യമില്ല. ഉണ്ടോ? അങ്ങനെ പറഞ്ഞാൽ വന്നീനോ? അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. എന്റെ അടിച്ചനാണ് അള്ളാഹു ബർക്കത്ത്. 12 കൊല്ലം മക്കളുണ്ടായിരുന്നില്ല, ഇവിടെ വന്നു അൽഹംദുലില്ലാഹ് കണ്ണൂർ ഭാഗത്തിലാക്കില്ലേ. ഇപ്പൊ 12 കൊല്ലത്തിന് ശേഷം ഭാര്യ ഗർഭിണിയാണ്. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. അതിന് 6666 സ്ഥലത്തിനുണ്ട്. ഇൻഷാ അല്ലാഹ് തങ്ങൾ പോലെ കണ്ടിട്ട് പോയാൽ മതി കേട്ടോ. അള്ളാഹു സുഖപ്രസവം അള്ളാഹു കൊടുക്കട്ടെ. 10 മാസം ഗർഭം ചുമക്കാനും 10 മാസം ഗർഭം ചുമക്കാനും അള്ളാഹു ഇതൊക്കെ നമ്മളെ പിന്നെ കിട്ടുന്നൊക്കെ നമ്മൾ ഫളില് പറയും. അയിറ്റ ഈ മുതല് സ്വർണ്ണൊക്കെ കൊടുന്നിരുന്നത് ഇപ്പൊ തീരാണല്ലോ, നാളെ ആഖിറത്തേക്കാണ് അല്ലേ? അപ്പോൾ തരുന്നത് അതിലൊക്കെ എത്ര ഉറുപ്പ്യ ഉണ്ടാവും വില? അപ്പോൾക്ക് വേണ്ടി നമ്മൾ ഫാത്തിഹ ഓതണ്ടേ? പിന്നെ എനിക്ക് കിട്ടുന്നത് ഞാൻ പറയും മരിക്കോളം. അള്ളാഹു ബറക്കത്ത് ചെയ്യട്ടെ. ഇപ്പൊ തന്നവർക്കൊക്കെ ഒരു ഫാത്തിഹ ഓതുക. നാളെ ആഖിറത്തിലേക്ക് അള്ളാഹു ഉപകാരപ്പെടുന്ന ഒരു അമലെ അള്ളാഹു സ്വീകരിക്കട്ടെ. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും വേണ്ടി ഒരു ഫാത്തിഹ നമ്മൾ ഓതുകയാണ്. إله ورسوله نبينا وحبيبنا المصطفى ومربنا محمد صلى الله عليه وسلم. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين اهدنا الصراط المستقيم والذين أنعمت عليهم غير المغضوب عليهم ولا الضالين. الله أني സ്വീകരിക്കണം. അല്ലാഹ് ഖബൂലാക്കണം. അല്ലാഹ് ഖൈർ നൽകണേ. അല്ലാഹ് ആരൊക്കെ യതീം മക്കളെ സഹായിച്ചിട്ടുണ്ടോ അർഹമായ പ്രതിഫലം നൽകണം. അല്ലാഹ് ഇന്ന് ദുനിയാവിൽ നാളെ ആഖിറത്തിലേക്ക് ഉന്നത പദവി നൽകണം. അല്ലാഹ് രോഗം തന്ന ഒരുപാട് രോഗം മാറിയിട്ട് ഒരുപാട് അത് സഹായിച്ചിട്ടുണ്ട്. അർഹമായ പ്രതിഫലം നൽകണേ. അല്ലാഹ് സമാധാനവും സന്തോഷം നൽകണേ. അല്ലാഹ് 2-3 ക്യാൻസർ മാറിയിട്ടുണ്ട്, ഇനി ആരോഗ്യ കൊടുക്കാതിരിക്കട്ടെ. തളർന്നു കിടക്കുന്നവ എഴുന്നേറ്റ് നടന്നിട്ടുണ്ട്, അല്ല ഇനി രോഗം കൊടുക്കാതിരിക്കട്ടെ. 12 കൊല്ലം മക്കളില്ലാത്തവർക്കുള്ള മക്കളെ കൊടുത്തിട്ടുണ്ട്, സ്വാലിഹായ മക്കളാക്കട്ടെ. അങ്ങനെ ഒട്ടനവധി ഒരുപാട് പേർക്ക് അല്ലാഹു ഖൈറും ബറക്കത്തും അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. മാറുവേ ഡോക്ടറെ കാണിച്ചില്ലേ? ഇത് മാറാൻ കായില്ല, കുറിച്ചാണ്. അവിടെ ഇരിക്കും. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഇതെന്താ ലൈസൻസ് കിട്ടിയിട്ടേ ക്ലാസ് ഒരാൾ ഓഫർ ചെയ്തിട്ടുണ്ട് അല്ലേ, വെള്ളം കുടിക്കാൻ കേട്ടോ. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. അപ്പൊ എല്ലാവർക്കും അല്ലാഹു ബർക്കത്ത് നൽകട്ടെ. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും 30-ാം തീയതി കല്യാണമാണ്, എല്ലാവരും വരണം. അല്ലാഹു ബർക്കത്ത് നൽകട്ടെ കേട്ടോ. അപ്പൊ ഫളില് പറഞ്ഞു നമ്മൾ തക്ബീർ ചൊല്ലുക, ഫാത്തിഹ ഓതി ഒരു തക്ബീറും പാടെ സന്തോഷം ചൊല്ലുക കേട്ടോ. അല്ലാഹു